തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിയപ്പോൾ മുതലുള്ള വിവാദങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളതൊക്കെ സ്വർണ്ണക്കൊള്ളയെ അവസാന നിമിഷവും വലിയ ചർച്ചയാക്കാൻ UDF ഒരുങ്ങുന്നുണ്ട്. റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റഷീസ്, ആ ചർച്ച LDFനെ പ്രതിരോധത്തിലാക്കുന്നുവെന്ന് UDF ക്യാമ്പ് വിചാരിക്കുന്നുവോ? മധു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് UDF പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി കണ്ടുവച്ചിരുന്ന ഒന്നാണ് സ്വർണ്ണക്കൊള്ള. തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ദിവസം അത് ചെറുതായി പറയാനും തുടങ്ങി. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഡീൽ വിവാദം പറയുന്നത്. ആ ഡീൽ വിവാദം പ്രതിപക്ഷം പോലും ഉദ്ദേശിക്കാത്ത തരത്തിൽ അവർക്ക് അനുകൂലമായി വന്നു എന്ന് അവർ വിലയിരുത്തി. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള പ്രചരണ വിഷയമാകുന്നതിൽ നിന്ന് അവർ ചെറുതായിട്ടൊന്ന് ചവിട്ടുകയും ചെയ്തു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ സ്വർണ്ണക്കള്ള സജീവ വിഷയമാക്കാൻ അവർ തീരുമാനിച്ചു. പല കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും അത് ആരോപണം വീണ്ടും ഉന്നയിച്ചു. പക്ഷേ അത് അത്ര ക്ലച്ച് പിടിച്ചില്ല. ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് സ്വർണ്ണക്കൊള്ള വിഷയം പറയിപ്പിച്ചത്. അത് വീണ്ടും ചർച്ചയാക്കാൻ അങ്ങനെ UDFന് കഴിഞ്ഞു. ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോഴും സ്വർണ്ണക്കൊള്ളയാണ് പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമായി പറഞ്ഞത്. അതായത് അടുത്ത ദിവസങ്ങളിലും സ്വർണ്ണക്കൊള്ള സജീവമായി നിലനിർത്തും. ഈ സ്വർണ്ണക്കൊള്ള കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായി എന്ന് UDF വിചാരിക്കുന്നുണ്ട്, കോട്ടമുണ്ടായി എന്ന് LDFും വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാന ദിവസം സ്വർണ്ണക്കൊള്ള പ്രചാരണ ആയുധമാക്കി ഒരു അവസാനത്തെ ലാപ്പിലേക്ക് പോകുമ്പോൾ ഗുണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ UDF അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് സാധ്യത. അത് അത്ര ചർച്ചയായി വരുന്നത് LDFന് അത്ര നല്ല കാര്യമായി അവർ കാണുന്നില്ല. അതുകൊണ്ടത് അവഗണിച്ച് പതുക്കെ UDFനെ പിന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നതായിരിക്കും അവരുടെ മുമ്പിലുള്ള നീക്കം. റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ള സജീവ പ്രചാരണ വിഷയമാക്കി ഈ 7 ദിവസവും മുന്നോട്ട് പോവുക എന്ന് UDF ക്യാമ്പ് വിചാരിക്കുന്നു. ഇനി TV പ്രസാദിലേക്കാണ് നമ്മൾ പോകുന്നത്. TV പ്രസാദ്, വികസനം ചർച്ചയാക്കണം, വികസനം ചർച്ച ചെയ്യൂ എന്നാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് കാർഡ് മുന്നോട്ട് വെക്കുന്നു, ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള ചില പോസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നു. അതിനോട് പ്രതിപക്ഷം പ്രതികരിക്കുന്നുണ്ടോ? മധു, ഗുഡ് ഈവനിങ്. പറഞ്ഞതുപോലെ വികസനം ചർച്ചയാക്കാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഭരണപക്ഷം തന്നെയാണ്. ഭരണപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പദ്ധതികളുണ്ട് താനും. പക്ഷേ ആ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണത്തെ കൊണ്ടുപോകാൻ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈയിടെ VD സതീശനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പരസ്യ സംവാദ വിവാദത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ, നേരത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ രീതിയിൽ അത് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചകളിലേക്ക് പ്രതിപക്ഷം പോയില്ല എന്നുള്ളതാണ്. പ്രധാനമായും നേരത്തെ റഹീസ് വിശദീകരിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ BJP CPM ഡീലായിരുന്നുവെങ്കിൽ പിന്നാലെ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴിമാറി നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് അതിശക്തമായി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് സംസ്ഥാനത്തുണ്ടായ വലിയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി UDF ഒരുങ്ങുമ്പോൾ വികസന വികസനങ്ങളും ചർച്ച ചെയ്യാതെ മാറ്റി നിർത്തുകയാണ് എന്നുള്ളതാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.